ഹലോ ഗായ്സ്, വെൽക്കം ടു ഹാൻസ്പോട്ട്. ഹാൻസ്പോട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐപാഡ് 7 ജനറേഷന്റെ 30-day റിവ്യൂ ആണ്. ഹാൻസ്പോട്ടിന്റെ ആദ്യ വീഡിയോ ആയ ഐപാഡ് 7 ജനറേഷന്റെ അൺബോക്സിംഗ് വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ മുന്നിൽ അറിയിക്കാൻ വേണ്ടി ഞങ്ങളൊരു 30-day റിവ്യൂ ഇതിനു വേണ്ടി നൽകുന്നതായിരിക്കും. സോ ഐപാഡിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും അത് കാണുവാനും ആഗ്രഹിക്കുന്നവർ ഐപാഡിന്റെ അൺബോക്സിംഗ് വീഡിയോ കൂടി കാണുന്നത് നല്ലതായിരിക്കും. അതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. സോ അതുകൂടെ കാണാൻ മറക്കരുത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഹാൻസ്പോട്ടിനെ കുറിച്ച് രണ്ട് വാക്ക്. ഹാൻസ്പോട്ട് എന്ന ചാനൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഡിഫറെന്റ് കാറ്റഗറീസിലുള്ള വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നതാണ് ഹാൻസ്പോട്ട് എന്ന ചാനൽ ചെയ്യുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ്. സോ പ്ലീസ് സപ്പോർട്ട് us. സോ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് മൂവ് ടു അവർ വീഡിയോ. സോ ഞാൻ ഐപാഡുമായിട്ട് വന്നിരിക്കുകയാണ്. ഐപാഡിന്റെ ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതിന്റെ ഒരു ഓവർവ്യൂ, അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. 2019 റിലീസ് ചെയ്ത ആപ്പിൾ ഐപാഡ് 7 ജനറേഷൻസ് 4 വേരിയന്റിലാണ് റിലീസ് ചെയ്തത്. അതായത് 32GB വൈഫൈ ഉള്ളി, 32GB വൈഫൈ പ്ലസ് സെല്ലുലാർ, ആൻഡ് 128GB വൈഫൈ ഉള്ളി, ആൻഡ് 128GB വൈഫൈ പ്ലസ് സെല്ലുലാർ. ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് 128GB വൈഫൈ ഉള്ളിയാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 37,990. 32GB വൈഫൈ ഉള്ളിക്ക് 29,990 ആണ് സ്റ്റാർട്ടിങ്. സോ ഇതിന് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ നൽകുന്നതായിരിക്കും. ഇതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറഞ്ഞാൽ 10.2 ഇഞ്ച് സ്ക്രീൻ സൈസ് ആണ്. ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 264 ppi ഉണ്ട്. പിന്നെ ഇതിൻ്റെ ചിപ്സെറ്റ് A10 ഫ്യൂഷൻ ചിപ്സെറ്റ്, അതായത് 16 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ക്വാഡ് കോർ പ്രൊസസ്സറാണ്, അതായത് 2.34 GHz ക്വാഡ് കോർ പ്രോസസ്സർ. എൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ബാക്ക് ക്യാമറ 8 MB ക്യാമറ, പിന്നെ ഫ്രണ്ട് ക്യാമറ 1.2 MB ക്യാമറ, ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ ഉണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി, അതായത് 8827 mAh ലിഥിയം പോളിമർ നോൺ റിമൂവബിൾ ബാറ്ററിയാണ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഓവർവ്യൂ. സോ മെയിനായിട്ട് കുറച്ചുള്ളത് നമുക്ക് ഇതിൻ്റെ നമുക്ക് ഫീച്ചേഴ്സിലേക്ക് പോകാം. ഫീച്ചേഴ്സിൽ ഫസ്റ്റ് വേണം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രീമിയം ലുക്കിലും ബിൽഡ് ക്വാളിറ്റിയാണ്. ആപ്പിളിൻ്റെ പ്രോഡക്ട്സിനെ കുറിച്ച്, അതിൻ്റെ പ്രീമിയം ലുക്കിനെ കുറിച്ചും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് വലിയൊരു അത്ഭുതമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അസാധ്യ ബിൽഡ് ക്വാളിറ്റി, അസാധ്യ ലുക്കുമാണ് ഇതുള്ളത്. അതിൻ്റെ സൈസൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സൈസാണ്. പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ കഴിയും. പിന്നെ അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. ഇതെന്ന് പറഞ്ഞാൽ ആപ്പിളിന് തന്നെ ഐപാഡിൻ്റെ സ്മാർട്ട് കീ കണക്ടറാണ്. സ്മാർട്ട് കീ കണക്ടർ എന്തിന് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ തന്നെ അക്സസറി ആയിട്ടുള്ള സ്മാർട്ട് കീബോർഡ് ഉണ്ട്. സ്മാർട്ട് കീബോർഡ് യൂസ് ചെയ്ത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഐപാഡിനെ ഒരു മിനി ലാപ്ടോപ്പായിട്ട് തന്നെ മാറ്റാം. അതായത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ആപ്പിളിൻ്റെ മറ്റൊരു അക്സസറിയാണ് ആപ്പിൾ പെൻസിൽ. ഫസ്റ്റ് ജനറേഷൻ പെൻസിൽ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് അധികമായിട്ട് നോട്ട്സ് എഴുതുന്ന ആൾക്കാരാണോ, അതേപോലെ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ, അതേപോലെ ഡിസൈൻ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ആപ്പിൾ പെൻസിലും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ ആണല്ലോ, സോ പൈസ. ഈ സ്മാർട്ട് കീ ബോർഡിനാണെങ്കിൽ അറൗണ്ട് 13,000 ആണ്. അതേപോലെ ആപ്പിൾ പെൻസിൽ ഫസ്റ്റ് ജനറേഷൻ തന്നെ 8,500 റുപ്പീസുമാണ്. സോ അതിന് പക്ഷേ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് വേറെ കമ്പനീസൊക്കെ കൊടുക്കുന്നുണ്ട്. അതേപോലെ ലോജിടെക്കിൻ്റെ കീബോർഡിനാണെങ്കിൽ അറൗണ്ട് 7,000 റുപ്പീസേ ആവുന്നുള്ളൂ. പക്ഷേ അതിൻ്റേതായ പ്രീമിയം ലുക്ക് കാര്യങ്ങൾ, അതിൻ്റേതായ ചില ഫോൾട്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയുന്നതാണ്. അതേപോലെ പക്ഷേ പെൻസിലിൻ്റെ കാര്യത്തിൽ പറയുന്നത് നിങ്ങളൊരു വെറും ഒരു സ്റ്റുഡൻ്റ് ആണ്, ജസ്റ്റ് നോട്ട്സ് മാത്രം എഴുതാനാണെങ്കിൽ അതിന് ആൾട്ടർനേറ്റീവായിട്ട് നല്ല പെൻസിൽസ് ഒക്കെ ഉണ്ട്. അതായത് 3,000 റുപ്പീസിലൊക്കെ ഉള്ള പെൻസിൽസ് ഉണ്ട്. പക്ഷേ നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഈ പെൻസിൽ, അതായത് ആപ്പിൾ പെൻസിൽ പ്രഷർ സെൻസിറ്റിവിറ്റി ഉണ്ട്. അതായത് നിങ്ങൾക്ക് നമ്മൾ ഈ ഷെയ്ഡിങ്ങും കാര്യങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യുമല്ലോ, അതായത് ചരിച്ച് വരയ്ക്കുക, അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ആപ്പിൾ പെൻസിൽ തന്നെയാണ് ബെസ്റ്റ്. പക്ഷേ നിങ്ങളുടെ ഉദ്ദേശം ഒരു ജസ്റ്റ് നോട്ട് റൈറ്റിംഗ് മാത്രമാണെങ്കിൽ സാധാരണ 3,990 വേറെ നല്ല കമ്പനീസുകൾ ആപ്പിളിൻ്റെ പെൻസിലിൻ്റെ ആൾട്ടർനേറ്റീവ് നൽകുന്നുണ്ട്. അതൊക്കെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ലഭിക്കുന്നതാണ്. സോ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്
ഈ സ്റ്റുഡൻറ് പോയിന്റ് ഓഫ് വ്യൂവിൽ, അതേപോലെ ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ, ഒരു ഡിസൈനർ എന്ന നിലയിൽ ആപ്പിൾ ഐപാഡ് 7 ജനറേഷൻ വളരെയധികം യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഒരുപാട് റിവ്യൂസ് കേട്ടിട്ടുണ്ടാകും. യെസ്, വളരെയധികം യൂസ്ഫുൾ ആണ് ഈ കാലഘട്ടത്തിൽ. അതായത് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഓൺലൈൻ ക്ലാസ്സസ് കാര്യങ്ങൾക്കൊക്കെ ഈ ഐപാഡ് വളരെയധികം യൂസ്ഫുൾ തന്നെയായിരിക്കും. കാരണം നമുക്ക് എപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി ഒരു ആൾട്ടർനേറ്റീവ് ഡിവൈസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മസ്റ്റ് ആയിട്ട് പ്രിഫർ ചെയ്യാൻ കഴിയുന്ന ഒരു ഡിവൈസ് തന്നെയാണ്. പക്ഷേ ഒരു 100% സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ 2 അക്സസറീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതായത് ആപ്പിൾ പെൻസിലിനെ കുറിച്ചും അതുപോലെ കീബോർഡിനെ കുറിച്ചും. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, വളരെയധികം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. എഴുതി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഈ പെൻസിൽ ഇല്ലാതെ കാര്യം നടക്കത്തില്ല. ഞാൻ പറഞ്ഞതുപോലെ ആൾട്ടർനേറ്റീവ് വാങ്ങിച്ച് വേണമെങ്കിൽ കാര്യം നടക്കും. പെൻസിൽ, അതായത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി 3000 or 4000 rupees കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ 8500 rupees കൊടുത്ത ആപ്പിൾ പെൻസിൽ തന്നെ വേണം. കാരണം അതിൽ പ്രഷർ സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഷെയ്ഡിങ് കാര്യങ്ങൾക്കൊക്കെ ഒരു 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ആ 8000 rupees നിങ്ങൾ മുടക്കിയേ പറ്റത്തുള്ളൂ. സോ ആ ഒരു കാര്യം. അതേപോലെ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് വളരെ ചെറിയ രീതിയിൽ ട്രാവൽ ചെയ്യാൻ നേരമൊക്കെ നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെയാണ് ആഗ്രഹമെങ്കിൽ ഈ കീബോർഡില്ലെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടാണ്. സോ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കീബോർഡ് നല്ല വലിപ്പത്തിൽ നല്ല രീതിയിലൊക്കെ തരുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ 100% സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ ഒരു സ്റ്റുഡൻറ് പോയിന്റ് ഓഫ് വ്യൂവിൽ, അതേപോലെ ഒരു ആർട്ടിസ്റ്റ് അങ്ങനെയുള്ള നിലയിലൊക്കെ നോക്കുമ്പോൾ ഈ ഐപാഡ് വാങ്ങുന്നതിന് മുമ്പ് പെൻസിൽ വാങ്ങാനും അതേപോലെ കീബോർഡ് വാങ്ങാനും ഉള്ള കാര്യത്തിൽ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ കീബോർഡ് വലിയൊരു യൂസ്ഫുൾ ആകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഡോക്യുമെന്റ്സ് ഒക്കെ ഒത്തിരി പ്രിപ്പയർ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, ടൈപ്പ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ബെറ്റർ ആയിരിക്കും. പക്ഷേ ഈ പെൻസിൽ വെച്ച് നമുക്ക് സാധാരണ നമ്മൾ ഹാൻഡ് റിട്ടൺ നോട്ട്സ് തന്നെ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് പെൻസിൽ പക്ഷേ മസ്റ്റ് ആയിരിക്കും. എനിക്ക് തോന്നിയ 2-3 പോരായ്മകൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം പോരായ്മയായിട്ടല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 8827 mAh കപ്പാസിറ്റിയാണ്. പക്ഷേ ഇതിൽ ചാർജ് ചെയ്യാൻ തന്നിരിക്കുന്ന ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 watts ചാർജറാണ്. അതായത് ഞാൻ 2016 വാങ്ങിച്ച iPhone 6 Plusന് ഈ സെയിം ചാർജർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ രണ്ടും കൂടെ കമ്പയർ ചെയ്തപ്പോൾ സെയിം സാധനം തന്നെ. സോ അപ്പം ഇത് ഒന്ന് ചാർജ് ആയി കിട്ടാൻ വേണ്ടി, അതായത് 8000 mAh എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഒരു കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. ഇതൊന്ന് ചാർജ് ആവാൻ നിങ്ങൾക്ക് 3.5 hours to 4 hours, മാക്സിമം 4 hours. 4 hours മേലോട്ട് പോകത്തില്ല, പക്ഷെ മിനിമം 3 hours വേണം. സോ അത് വലിയൊരു ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. കാരണം ആപ്പിൾ ഇത്രയും പൈസ ഒക്കെ വാങ്ങുമ്പോൾ അവർക്കൊരു 15 watts അല്ലെങ്കിൽ 18 watts ഒരു ചാർജർ പ്രൊവൈഡ് ചെയ്യായിരുന്നു. ഒരു ലൈറ്റിംഗ് ചാർജർ എന്നുള്ളത് കുറച്ചുകൂടി സ്പീഡാക്കുക. ഒത്തിരി ഒന്നും വേണ്ട. ഇത്രയും ചാർജ് ആവാൻ ഒരു 2 മണിക്കൂറെങ്കിലും എടുത്ത് ഓക്കെ, ഒരു 3 മണിക്കൂറിന് താഴെയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇത് ഇത്രത്തോളം നേരം ഇങ്ങനെ ഫുൾ ചാർജ് ആവാൻ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. പിന്നെ പക്ഷേ ഇതിൻ്റെ ചാർജ് കപ്പാസിറ്റി നിൽക്കുന്ന കാര്യത്തിൽ ഒരു രക്ഷയില്ല. 1 day ഗ്യാരണ്ടിയാണ്. ഒരു 24 hours ഫുൾ ചാർജിൽ ഗ്യാരണ്ടി ആയിട്ട് പറയാം. എത്ര യൂസ് ചെയ്താലും വളരെയധികം നല്ല രീതിയിൽ നിൽക്കും. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് 7 must watch ടൈം ട്രാവൽ മൂവീസിനെ കുറിച്ച്. അത് ഞാൻ ആദ്യമായിട്ടായിരുന്നു ഒരു വീഡിയോ ഞാൻ തന്നെ എടുക്കുന്നത്. അപ്പോൾ എനിക്കത് ഞാൻ എടുക്കുന്നത് എങ്ങനെ ആയിരിക്കും എന്ന് കാണാൻ വേണ്ടി ഞാൻ ആക്ച്വലി ഇതിൽ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 2 hours എടുത്തിട്ടുണ്ടായിരുന്നു. 2 hours ഈ ക്യാമറ ഓപ്പൺ തന്നെയായിരുന്നു. ഒരു രീതിയിലൊന്നും ചൂടാകുകയായിട്ട് ഇതായിട്ടില്ല. അതേപോലെ കപ്പാസിറ്റി, അതിൻ്റെ പെർസെൻറ്റേജ് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8% ആയിരുന്നു. 2 hours ക്യാമറ മാത്രം ഓൺ ചെയ്ത് വെച്ചിരുന്നത്. നമ്മുടെ ഫോണൊക്കെ ആണെങ്കിൽ എത്രത്തോളം പോകുമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ കപ്പാസിറ്റി ഞാൻ പറഞ്ഞല്ലോ 1 day 24 hours ഗ്യാരണ്ടിയാണ്. അതിൽ കൂടുതൽ ദിവസം നിന്നിട്ടുണ്ട്. ഞാനിത് വാങ്ങിച്ച് അൺബോക്സിങ് ചെയ്തതിന് ശേഷം കവറിനും അതേപോലെ സ്ക്രീൻ ഗാർഡിനും വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഒരുപാട് യൂസ് ചെയ്തില്ലായിരുന്നു ഒരു ആദ്യത്തെ ഒരാഴ്ച. സോ ആ നേരത്തൊക്കെ ഒരു വട്ടം ചാർജ് ചെയ്തിട്ട് ഞാൻ അറൗണ്ട് 6 to 7 days വരെ ഇത് അനങ്ങാതെ ചാർജ് ഫുള്ള് നിന്നിട്ടുണ്ടായിരുന്നു. സോ ആ കാര്യത്തിലൊക്കെ വളരെയധികം യൂസ്ഫുൾ ആണ്. പിന്നെ എൻ്റെ ക്യാമറയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, 8 MB ക്യാമറ ബാക്കും, അതേപോലെ ഫ്രണ്ട് 1.2 MB ക്യാമറയാണ്. ക്യാമറ കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ വിചാരമുണ്ടെങ്കിൽ അത് വലിയ ആവശ്യമുള്ളതല്ല. പക്ഷേ വീഡിയോ കോൾക്ക് കാര്യങ്ങൾക്ക് അത്യാവശ്യം ഫോട്ടോസ്, ഡോക്യുമെന്റ്സ് ഒക്കെ ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ലതാണ്. പക്ഷെ ഒരു വലിയൊരു ക്വാളിറ്റി ക്യാമറയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇനി എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. ഗെയിമിംഗ് എക്സ്പീരിയൻസ് കുറിച്ച് പറയാൻ ഞാനൊരു പ്രോ പ്ലെയർ ഒന്നുമല്ല, പക്ഷേ അത്യാവശ്യം മൊബൈൽ ഗെയിംസ് ഒക്കെ കളിക്കുന്ന ഒരാളാണ്. എൻ്റെ കയ്യിലുള്ള ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OnePlus 60 ആണ്. അതിൽ നിന്നാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പം അതിൽ അത്യാവശ്യം PUBG കാര്യങ്ങളൊക്കെ കളിക്കുന്ന ഒരാൾ തന്നെയാണ്. സോ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം,
വളരെ സ്മൂത്ത് എനിക്ക് ഫീൽ ചെയ്തു. വളരെ നല്ല രീതിയിലുള്ള സ്മൂത്തായിട്ട് കളിക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഈ മൾട്ടിപ്പിൾ ഫിംഗേഴ്സ് വെച്ചൊക്കെ കളിക്കുന്ന പ്രോ പ്ലെയേഴ്സിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ സാധാരണ 2 കൈക്ക് വെച്ച് പരിപാടിയുള്ളൂ. പക്ഷേ ഈ മൾട്ടിപ്പിൾ ഫിംഗേഴ്സ് ഒക്കെ വെച്ച്, കാരണം നല്ല സ്പേസ് അല്ലേ, വളരെ നല്ല രീതിയിലുള്ളൊരു 10.2 ഇഞ്ച് സ്ക്രീൻ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വിരലുകൾ നല്ല രീതിയിൽ ഓടിച്ച് നല്ല രീതിയിൽ പ്ലേ ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. അത് വളരെ ഒരു അഡ്വാൻസ് ആയിട്ട് തോന്നി. അതേപോലെ ബാറ്ററി ചൂടാവുകയോ, ഒരുപാട് നേരം കളിച്ച് നോക്കി, പക്ഷേ എൻ്റെ ബാറ്ററിക്ക് ചൂടാവുകയോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും തന്നെ ഫേസ് ചെയ്തില്ല. സോ അത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ച് കാണാം. അതായത് ഇതിൻ്റെ അത് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ് പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ അതിലേക്ക് പോവാം. സോ ഗൈസ്, ഒരു കീ ഫീച്ചേഴ്സിനെയൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് എനിക്ക് ഇതിൻ്റെ ഇൻബിൽഡ് ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷനെ കുറിച്ചാണ് പറയാനുള്ളത്. അതായത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് അവർ ഇൻബിൽഡ് ആയിട്ട് തന്നെ തരുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ആപ്പിൾ TV എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം അത്യാവശ്യം നല്ല മൂവീസും ഒരുവിധം സീരീസുകളും ഒക്കെ തരുന്നൊരു ആപ്ലിക്കേഷനാണ്. ഇതൊക്കെ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. പിന്നെ iTunes U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം വീഡിയോ എഡിറ്ററാണ്, നല്ലൊരു എഡിറ്ററാണ്. പിന്നെ iTunes U എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിനൊക്കെ ഫ്രീ ആയിട്ട് കോഴ്സുകൾ യൂസ് ചെയ്യുന്നതാണ്. നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലിന് ആൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. കീ നോട്ട്സ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിന് ആൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഒരു പ്രൊഫഷണൽ ടച്ച് തരുന്ന ആപ്ലിക്കേഷൻസ് തന്നെയാണ്. അതുകൂടാതെ ഇതിൻ്റെ റെക്കോർഡിംഗ് ഓഡിയോ നല്ല ഒരു ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ലൈക്ക് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇന്ത്യയെക്കുറിച്ച് സെർച്ച് ചെയ്തതെന്ന് എനിക്ക് ഈ ആർട്ടിക്കിൾ എനിക്ക് കോപ്പി ചെയ്യണമെങ്കിൽ ജസ്റ്റ് കൈ ഇങ്ങനെ മേളിലോട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ നോട്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ട്സ് ഇവിടെ കാണും. അതർവൈസ് നോട്ട്സ് ഇല്ലെങ്കിൽ നോട്ട്സ് ഓപ്പൺ ചെയ്യുക. നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. ഇതാണ്ട് ജസ്റ്റ് കൈ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സഫാരി ഓൾറെഡി ഓപ്പൺ ചെയ്ത സഫാരി കിട്ടും. സഫാരി ജസ്റ്റ് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ നോട്ട്സിനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അങ്ങോട്ട് മേളിലോട്ടാക്കി കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് വിൻഡോ നമുക്ക് കിട്ടും. ഈ ഫ്ലോട്ടിംഗ് വിൻഡോ പോരാതെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് വിൻഡോ ആക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് കൈ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് വിൻഡോ ആയതിനു ശേഷം നിങ്ങൾക്ക് ഈ ആർട്ടിക്കിൾ നിങ്ങൾക്ക് അങ്ങോട്ട് കോപ്പി ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഇതിനെ സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ആ ആപ്പിൾ പെൻസിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിംഗ് ഒക്കെ വളരെ എളുപ്പമായിരിക്കും. കോപ്പി ചെയ്തിട്ട് നമ്മുടെ നോട്ട്സിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ്. ഇത് വളരെ സിമ്പിളായിട്ട് അങ്ങോട്ട് പ്ലേസ്ഡായി. അതായത് ഇപ്പോൾ ഫോർ ഒരു സ്റ്റുഡൻറ്റ് ഒക്കെ പറയുമ്പോൾ ഈ ആർട്ടിക്കിളൊക്കെ പ്രിപ്പറേഷനും കാര്യങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. പക്ഷേ ഞാൻ പറഞ്ഞാൽ ആ പെൻസിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ടച്ചിൽ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിരിക്കും. സോ അത് വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പം ജസ്റ്റ് കൈ ഇങ്ങനെ ഒന്ന് മേളിലോട്ടാക്കി കഴിഞ്ഞാൽ ഓൾറെഡി ഓപ്പൺ ആയ വിൻഡോസ് വരും. മറിച്ച് നിങ്ങൾക്ക് ലാസ്റ്റ് ഓപ്പൺ ചെയ്ത സാധനം എടുക്കണമെങ്കിൽ കൈ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു പോലെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഓൾറെഡി മുമ്പ് ഓപ്പൺ ആയത് വരും. അതിന് മുമ്പ് ഓപ്പൺ ആയത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിന് മുമ്പുള്ളതൊക്കെ വരും. പിന്നെ ഇഷ്ടപ്പെട്ട വേറൊരു ഫീച്ചറാണ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട്. ഒരു ഡോക്യുമെൻറ്റോ കാര്യങ്ങളോ നിങ്ങളുടെ കയ്യിൽ കിട്ടി, സ്ക്രീൻഷോട്ട് ഇതാണ്ട് ഓപ്പണായി. ഇതിൽ ഞാൻ പറഞ്ഞില്ല, പെൻസിലൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ പല രീതിയിലുള്ള പെൻസില് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ എഴുതാം. ലൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സിഗ്നേച്ചർ ആഡ് ചെയ്യാം. ഓൾറെഡി സിഗ്നേച്ചർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിഗ്നേച്ചർ ഞാനിപ്പോൾ ചുമ്മാ ജസ്റ്റ് എഴുതിയതായിരുന്നു. ആ പെൻസിലൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സിഗ്നേച്ചർ നല്ല രീതിയിൽ തന്നെ കൊടുക്കാം. സിഗ്നേച്ചർ കൂടെ വന്നത് വേറെ കളർ ആയാലും മാത്രമേ കാണത്തുള്ളൂ. സിഗ്നേച്ചർ കൊണ്ട് എവിടെയാണെന്ന് വെച്ചാൽ പ്ലേസ് ചെയ്തിട്ട് മാഗ്നിഫയർ എന്ന് പറഞ്ഞാൽ ഓപ്ഷനുണ്ട്. മാഗ്നിഫയർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സിലൊക്കെ നിങ്ങൾക്ക് ഇച്ചിരി വലുതായിട്ട് കാണണം, അതൊക്കെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് അതിനെ വലുതാക്കാം. പിന്നെ ഇവിടെ ഓപ്പോസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ജസ്റ്റ് ഇതാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ വരച്ചതും ചെയ്തതും മാത്രമേ അതിൽ കൂടുതലായിട്ട് കാണത്തുള്ളൂ. ബാക്കിയൊക്കെ ഒരു ബ്ലർ എഫക്റ്റ് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രൊഫഷണൽ ടച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഫോർ എ സ്റ്റുഡൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഓരോ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ
സോ ഗൈസ്, ഇതിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇതിൻ്റെ ചിപ്സെറ്റിനെ കുറിച്ച് പറയാൻ ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നു. കാരണം 16 നാനോമീറ്റർ A10 ഫ്യൂഷൻ ചിപ്സെറ്റ്. ആക്ച്വലി ആപ്പിളിൽ കുറച്ച് പഴയ ഒരു ചിപ്സെറ്റാണ് ഈ A10 ഫ്യൂഷൻ ചിപ്സെറ്റ്. അതായത് ഒരു 3 to 4 years പഴക്കമുണ്ട്. പക്ഷേ ആപ്പിൾ എന്ന കമ്പനിയെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം, അത് യാതൊരു വിധമായ ഐപാഡിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്നില്ല. നല്ല രീതിയിലൊരു പെർഫോമൻസ് തന്നെ ഐപാഡ് തരുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂസോ അങ്ങനെയുള്ളതൊന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നെ ആപ്പിൾ എന്ന കമ്പനിയെ കുറിച്ച് അറിയാമല്ലോ, ലൈക്ക് അപ്ഡേറ്റ്സിലൊന്നും ഒരു രീതിയിൽ പനം വരുത്താത്തവരാണ്. അവർ കണ്ടിന്യൂസ് അപ്ഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. ഒരു 3 to 4 years ഉറപ്പായിട്ടും കണ്ടിന്യൂസ് അപ്ഡേറ്റ്സ് ഇതിൽ ഉണ്ടാകും. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് കിട്ടും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാറ്ററി കപ്പാസിറ്റി 8827 mAh ബാറ്ററി എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യം നല്ല രീതിയിലൊരു ബാക്കപ്പ് നമുക്ക് തരുന്നുണ്ട്. പക്ഷെ ചാർജിങ്ങിലുള്ള ഉണ്ടായിരിക്കുന്ന പ്രോബ്ലം, ഒരു 3 to 4 hours ചാർജിങ്ങിൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഒരു അപ്ഡേറ്റഡ് ചാർജർ അവർക്ക് പ്രൊവൈഡ് ചെയ്യായിരുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് തരുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി ഈസ് ഗുഡ്. ക്യാമറ അത്ര സാറ്റിസ്ഫൈഡ് അല്ല, അഡ്ജസ്റ്റബിൾ ഓക്കെ എന്ന് മാത്രം പറയാം. കാരണം വീഡിയോ കോളിനും കാര്യങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാം, അത്ര തന്നെ. പിന്നെ ഒരു സ്റ്റുഡൻറ് പോയിന്റ് ഓഫ് വ്യൂ, ഒരു ക്രിയേറ്റർ, ഒരു ഡിസൈനർ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അക്സസറീസ് ആയ ആപ്പിൾ പെൻസിൽ, ഫസ്റ്റ് ജനറേഷൻ പെൻസിലും അതേപോലെ കീബോർഡും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 100% സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതർവൈസ് ഇറ്റ്സ് ഓക്കെ, നല്ലതാണ്. ഞാൻ കുളത്തിലെന്നല്ല പറയുന്നത്, ഒരു 100% ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവുക എന്ന് പറയുമ്പോൾ ഈ പെൻസിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഐപാഡിൻ്റെ ആ കംപ്ലീറ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കുമൊക്കെ വളരെയധികം യൂസ്ഫുൾ ആണ്. കാരണം എപ്പോഴും നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യുന്നത് ചിലവർക്കൊന്നും ഇഷ്ടമല്ല. സോ അങ്ങനെയുള്ളവർക്കൊക്കെ മസ്റ്റ് ബൈ തന്നെയാണ് ഈ ഐപാഡ് എന്ന് പറഞ്ഞാൽ. സോ ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ്. അതേപോലെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്യൂറീസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. സോ പിന്നെ നിങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, സോ